ട്രെയിനിലെ ഭിന്നശേഷിക്കാരുടെ കോച്ചിൽ മോശം അനുഭവം നേരിട്ടതായി വീട്ടമ്മയുടെ പരാതി. കഴിഞ്ഞ ജൂൺ 2-ന് കൊല്ലത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുന്നതിനിടെ മംഗളൂരു എക്സ്പ്രസിലാണ് സംഭവം. മദ്യലഹരിയിൽ കോച്ചിലെത്തിയ ഭിന്നശേഷിക്കാരനായ യാത്രികനാണ് വീട്ടമ്മയോട് മോശമായി പെരുമാറിയത്. ഹാൻസ് വിവരങ്ങളുമായി ചേരുകയാണ്. ഹാൻസ്, ഭിന്നശേഷിക്കാരുടെ കോച്ചിലും ഇത്തരം സമാനമായിട്ടുള്ള അനുഭവം എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. എന്താണ് സംഭവം? സ്വാതി, നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ സംഭവം നടക്കുന്നത് ജൂൺ 2-നാണ്. കൊല്ലത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് കേൾവിക്കുറവുള്ള മകനുമായി അദ്ദേഹത്തിന്റെ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് യാത്ര തിരിക്കുകയായിരുന്നു ഈ വീട്ടമ്മയും അതിനോടൊപ്പം തന്നെ മകനും. ഈ ഭിന്നശേഷിക്കാരനായ മകനുമായി ഈ മംഗളൂരു എക്സ്പ്രസിലെ ഈ ഭിന്നശേഷിക്കാരുടെ കോച്ചിൽ ഇരുവരും കയറി. അതിനിടയിൽ വെച്ചാണ് യാത്രാമധ്യേ ഇത്തരത്തിൽ ഭിന്നശേഷിക്കാരനായ മറ്റൊരു വ്യക്തി കൂടി ഈ കോച്ചിലേക്ക് വരുന്നത്. ആ സമയത്ത് ഇദ്ദേഹം മദ്യലഹരിയിലായിരുന്നു. മദ്യലഹരിയിൽ കോച്ചിലേക്ക് കയറിയ ഇദ്ദേഹം അസഭ്യം പറയുകയും അതിനോടൊപ്പം തന്നെ ഈ വീട്ടമ്മയോട് തന്റെ പക്കലുണ്ടായിരുന്ന മദ്യം കുടിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനോടൊപ്പം തന്നെയാണ് അദ്ദേഹത്തിന്റെ വസ്ത്രം ഏകദേശം എല്ലാം ഭൂരിഭാഗവും അഴിച്ചു മാറ്റിയതിനു ശേഷം ഈ കോച്ചിനുള്ളിൽ തന്നെ അദ്ദേഹം കിടന്നുറങ്ങിയത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ശല്യം രൂക്ഷമായതോടുകൂടി പോലീസിലും അതിനോടൊപ്പം തന്നെ റെയിൽവേയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിലും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആരെയും ലഭിച്ചില്ല. അതിനോടൊപ്പം തന്നെ ഈ കോച്ചിൽ മറ്റ് യാത്രക്കാരുണ്ടായിരുന്നെങ്കിൽ പോലും അവർക്ക് ഇടപെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചെങ്ങന്നൂർ മുതൽ എറണാകുളം വരെയുള്ള നിരവധി സ്റ്റോപ്പുകളിൽ റെയിൽവേ പോലീസിനെ ലഭ്യമാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ വീട്ടമ്മ പരിശോധിച്ചെങ്കിലും ആരും ആ സമയത്ത് സഹായത്തിനായി ഉണ്ടായില്ല എന്നാണ് വീട്ടമ്മ നമ്മളോട് പറഞ്ഞത്. പിന്നീട് അദ്ദേഹത്തിന്റെ ഈ വീട്ടമ്മയുടെ ബന്ധു, റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ബന്ധുവിനെ വിവരം അറിയിക്കുകയും അതിനെ തുടർന്ന് എറണാകുളത്തെത്തിയപ്പോൾ ഈ മദ്യലഹരിയിലായിരുന്ന യുവാവിനെ, ആ മദ്യവയസ്കനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഈ സംഭവത്തോടു കൂടി ഈ ഭിന്നശേഷിക്കാരുടെ കോച്ചിൽ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീട്ടമ്മ പ്രധാനമന്ത്രിക്കും അതിനോടൊപ്പം തന്നെ റെയിൽവേക്കും പരാതി നൽകിയിട്ടുണ്ട്. സ്വാതി. ശരി ഹാൻസ്.